ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളിന്ന് പുറത്തോട്ടൊന്ന് പോകണം. രാത്രി ഒരു നൈറ്റ് ഫുഡ് കഴിക്കണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ബിനീഷ. യെസ്, ഇന്നലെ ബിനീഷ എന്നോട് പറഞ്ഞ കേട്ടോ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചത് റോണോന് ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര ഓട്ടം ഓർത്തോട്ടാണ് റോണോ ഇവിടെ കിടന്നത്. മൊട്ടത്തലയെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇതായിരുന്നു, അതായത് ഞങ്ങളുടെ കുടുക്കയായിരുന്നു. ആ കുടുക്ക ഞങ്ങൾ ഒരു ദിവസം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കണായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ട് പിന്നെ ആൾക്ക് വേണം. ആൾ പിന്നെ ഫുൾ ടൈം അതിലുണ്ട പന്ത് കളി. ഭയങ്കര കാലൊക്കെ കൊണ്ട് ഇങ്ങനെ തട്ടി ഭയങ്കര ഓട്ടക്കളിയാണ്. അപ്പോൾ അവരാണെങ്കിൽ കിട്ടുകയുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് ഇപ്പോൾ അവിടെ ഒരു കല്ലിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി ആളിങ്ങനെ ഒരു വരവുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ദേഹണ്ട ഞങ്ങളുടെ വേപ്പല ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കണേന്ന്. ഇവനെ മേളിൽ നിന്നുള്ള വെയിൽ കിട്ടാത്തതിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വ്ളോഗിലേ പറയുള്ളൂ നിങ്ങളോട്. അപ്പം ഇന്ന് നമുക്ക് വേറൊരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ കൊടിഞ്ഞു പോണ്. ചൂടിന്റെ മൊത്തത്തിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നനച്ചു കൊടുക്കും. ചിലപ്പോൾ റെഡി ആയിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇതിന് കണ്ടത് ഈ 2-3 കൊമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 1-2 കൊമ്പ് ഇവിടെ ഇറക്കണം. അപ്പം ഞങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ നല്ല സക്സസ് ആയിരുന്നു. അപ്പം നേരെ ഞങ്ങൾ ഇനി അടുത്ത വിശേഷം എന്താണെന്ന് ബിനീഷ പറയട്ടെ. വിശേഷം വേറെ ഒന്നുമില്ല. നമ്മൾ ബോയ്സിനാണെങ്കിൽ ശരി ഗേൾസിനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോമങ്ങളുണ്ടാവും, ശരിയല്ലേ? ഈ രോമങ്ങൾ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്സ് ചെയ്തും അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്ത് അത് കളയും. സത്യത്തിൽ നമ്മൾ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നിലനിർത്തും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വടിച്ച് കളയാറൊന്നുമില്ല. പിന്നെ ആ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, അവർ കോമ്പറ്റീഷൻ ടൈമിൽ അത് ഓൾറെഡി അവരത് ഷേവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുള്ളൂ. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് വന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷക്ക് കയ്യിൽ രോമമുണ്ടല്ലോ, കാലിൽ രോമമുണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് വന്ന കമൻറ്റ്. അതെ, അതും നേരാവണ്ണം ചോദിക്കണ വളഞ്ഞ വഴി ചോദിക്കണമാരില്ലല്ലോ, കുറേ ഞരമ്പ് രോഗികൾ. കാര്യം ഞാനിപ്പോൾ ആലോചിക്കണം വേറെ ഒന്നുമല്ല, നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇൻ്റർനെറ്റ് നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്രയും ഞരമ്പ് രോഗികൾ ഇപ്പോഴും നമ്മുടെ മലയാളികൾ ലോകത്തിൽ എവിടെ ചെന്നാലും കാണാമെന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളികൾ. വിദ്യാഭ്യാസം കൂടിപ്പോയാലും അതൊരു പ്രശ്നമാണെന്ന് പറയില്ലേ? സത്യത്തിൽ അതാണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സത്യത്തിൽ ഗേൾസിന് കയ്യിലും കാലിലും രോമമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്? വല്ല പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇത് ഈ കയ്യിലെ രോമമൊക്കെ വടിച്ച് കളയണോ വേണ്ടേ, അതൊക്കെ എൻ്റെതായ ഇഷ്ടങ്ങളല്ലേ. അതായത് കൂടെയുള്ള ലൈഫ് പാർട്ട്ണറിൻ്റെ ഇഷ്ടമാണ്, അത് വേണോ വേണ്ടയോ, പിന്നെ അയാളുടെ ഇഷ്ടമാണ്. ഇത് ഞങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് സത്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ബിനീഷ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോണേണ്ട. ഞാൻ ഞങ്ങളുടെ വാക്സ് ചെയ്ത് കളയാൻ പോയി നല്ല വീട്. അപ്പം ഞാൻ എന്തായാലും വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ വാക്സ് ചെയ്ത് കളഞ്ഞൂടെ, വലിച്ചു പറിച്ച് കളഞ്ഞൂടെ അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ നേരത്തെ ചെയ്യാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ചിലവർക്ക് കയ്യില്ലാത്ത ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയോ എൻ്റെ കയ്യിൽ ഇവിടെയൊക്കെ രോമങ്ങളായി. പക്ഷെ ഞാൻ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടുന്ന ആളാണ്. പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. പിന്നെ ഇത്രയൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവമുണ്ട്. നമ്മുടെ എവർട്ടീൻ്റെ ബോഡി ഹെയർ റിമൂവർ ക്രീം. ഈ ക്രീം യൂസ് ചെയ്ത് നമുക്ക് വാക്സ് ചെയ്യാം. ചിലവർക്ക് പേടിയുണ്ടാവും. പക്ഷെ സത്യം പറയാല, എനിക്ക് വാക്സ് ചെയ്ത് കളയാൻ നല്ല പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാധനം പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വാക്സ് ചെയ്യുന്നത് എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്യൂല. അപ്പം നമുക്ക് പേടിയുള്ള ആൾക്കാർക്ക് അതുപോലെ പെയിൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നല്ലപോലെ ടെൻഷൻ ഷൂ എന്ത് ചെയ്യുമെന്നൊക്കെ പേടിയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ എവർട്ടീൻ്റെ ബോഡി ഹെയർ റിമൂവർ ക്രീം കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം നമ്മുടെ കൈയും കാലും അതുപോലെ ആണുങ്ങൾക്കൊക്കെ നെഞ്ചിലൊക്കെ ഉണ്ടാവുമല്ലോ രോമം, അതേപോലെയുള്ള രോമവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കളയാൻ സാധിക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സ്ട്രോബെറിയുടെ സത്ത്, വിറ്റാമിൻ ഓയിൽ, പിന്നെ അലൻറ്റോയിൻ, പിന്നെ അതുപോലെ തന്നെ ബദാം ഓയിൽ, ഇതെല്ലാമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്യാനും വളരെ സിമ്പിൾ തന്നെയാണ്. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിലെയും കാലിലെയൊക്കെ രോമം നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹാർഷ് സ്മെല്ലാണ്, കാരണം സ്മെല്ലോ കാര്യങ്ങളോ ചില ക്രീമുകൾക്ക് ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് അങ്ങനത്തെ ഒന്നുമില്ല, നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിനുള്ളത്.
പിന്നെ അതേപോലെ തന്നെ പെയിൻലെസ് ആണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രീം തേച്ചിട്ട് നമുക്ക് ചെറിയൊരു ടിഷ്യൂ വരുന്നുണ്ട്, ഒരു ടവൽ. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് തുടച്ച് കളയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോട്ടൺ ആയാലും യൂസ് ചെയ്ത് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ടവലുണ്ട്, അത് നേരത്തെ വെള്ളത്തിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം. വെറും 5 മിനിറ്റ് മതി, 4-5 മിനിറ്റ് മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ കാല് നിറയെ രോമുണ്ട്. ഇതിനത് ഇപ്പോൾ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ ചെയ്. അപ്പം നമുക്ക് ആ വിവാദത്തിന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് തേച്ച് കൊടുക്കാൻ വേണ്ടി പോകണേണ്ട കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി അറിയണമല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഭാഗത്ത് ഇത് തേച്ച് കൊടുക്കണം കേട്ടോ. ക്രീം നല്ലപോലെ തേച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, പെയിനും ഇല്ല, പിന്നെ നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും വരില്ലല്ലോ. അപ്പോൾ ചിലവർക്ക് നമുക്ക് വേറെ ഇതിൽ നിന്നും നമ്മൾ വാക്സ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ വേറെ വാക്സ് ചെയ്യുന്ന ക്രീമുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലവർക്ക് ചൊറിച്ചിൽ, തടിപ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങനെ ഇരുട്ടായി സത്യം പറയാം. അത് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കണത്. അപ്പം അതിൻ്റെ ഒരു ഇത് നോക്കിയതേ, ഇത് നോക്കി കറക്റ്റ് നല്ലപോലെ നല്ല കുരുകുരാന്ന് പോലെ ആയിട്ടുണ്ട് നമ്മുടെ ആ രോമങ്ങൾ മൊത്തം. അപ്പോൾ നമുക്ക് ഈ ടവൽ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ക്ലീനാക്കി നല്ലപോലെ തന്നെ നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെറുതെ ഒന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് കണ്ടില്ലേ തൂത്തങ്ങനെ ഇച്ചിരി ഒന്നതായിട്ട്, അതോ വലിയ പാടൊന്നുമില്ല, ഇങ്ങനെ അമർത്തി തേക്ക പിടിക്കുക ഒന്നും ചെയ്യില്ല. വെറുതെ ഒന്ന് അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് തൂത്ത് കൊടുത്താൽ മതി കേട്ടാ. പോയത് കേട്ടാ, നമുക്കൊന്ന് വെറുതെ ഒരു തുണി വെച്ചൊന്ന് കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചേമ്പി ഈ ആ ഒരു ഇത് പോയത്. മറ്റേത് ഇങ്ങനെ ഈ സൈഡിൽ കുറച്ച് ഇതായത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഞാൻ തുടച്ച് കാണിച്ചു തരാം കേട്ടോ. ഇരുന്ന് നോക്കിയ കേസ് ആ ഭാഗം അത്രയും ഇതായി വേണ്ട, നമുക്ക് ഹാർഡായിട്ടൊന്നും ഇരിക്കണം, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഈ ഭാഗം. പിന്നെ നമ്മൾ ഷേവ് ചെയ്തും പിന്നെ അതിൽ വാക്സ് ചെയ്തൊക്കെ എടുക്കണേലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണ്ട. ആ ഒരു തരി രോമം പോലും അവിടെ ഇല്ല. നോക്കി കണ്ടില്ലേ, ഒന്നാമത് എൻ്റെ കാലിലെ രോമം കണ്ട എത്രയോ നീളമുള്ളതാണ്. അത്രയും വലിയ രോമം പോലെ ഇതേപോലെ ക്ലീനായി ഇത് കണ്ടില്ലേ. ഇത് അടിപൊളി ആയിട്ടോടൊപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ എവർടീനിൻ്റെ ബോഡി ഹെയർ റിമൂവർ ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളില്ലേ അതുവരെ ക്ലീനാക്കി കളയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ കൈയില്ല തൊഴിച്ചു, എനിക്ക് ഇത്രയുള്ള കൈ, എൻ്റെ കയ്യിൽ രോമമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇവിടെയുള്ള രോമങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തങ്ങനെ പോയി ചില്ല് ചെയ്ത് വരട്ടെ. എൻ്റെ ബ്ലോഗ് നാളെ കാണാം. ബൈ.